നമസ്കാരം. ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പുതിയ ഭരണസമിതി. കെ ജയകുമാർ IAS പ്രസിഡന്റായേക്കുമെന്ന് സൂചനകൾ. അന്തിമ തീരുമാനം ഉണ്ടെന്നുണ്ടാകും. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നിർദ്ദേശപ്രകാരമാണ് കെ ജയകുമാറിന്റെ പേര് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം വെല്ലുവിളി എന്നതിനേക്കാൾ വലിയ അവസരമായി കാണുന്നുവെന്നും സീസൺ ഭംഗിയാക്കാനാണ് ആദ്യ പ്രയോറിറ്റിയെന്നും കെ ജയകുമാർ IAS തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേൽക്കണമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ജയകുമാറിന്റെ പ്രതികരണം. വിശ്വാസികളുടെ വിശ്വാസത്തെ കാത്തുരക്ഷിക്കണമെന്നും സർക്കാർ തന്നിൽ അർപ്പിച്ച വിശ്വാസവും കാക്കണം എന്നാണ് ജയകുമാർ പ്രതികരിച്ചത്. നാളെയാണ് ഉത്തരവ് എന്നതെങ്കിൽ നാളെ തന്നെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ പോയി ചുമതലയേൽക്കുമെന്നും ജയകുമാർ പ്രതികരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിലവിലെ പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവരെ മാറ്റുമെന്നും അദ്ദേഹം അറിയിച്ചു. പുതിയ പ്രസിഡന്റിനെ സർക്കാർ പ്രഖ്യാപിക്കുമെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വെള്ളിയാഴ്ച അറസ്റ്റിലായ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ റിമാൻഡ് ചെയ്തു. ശബരിമല കട്ടളപ്പാളി കേസിലെ 4ാം പ്രതിയാണ് KS ബൈജു. മുരാരി ബാബുവിനെ തിങ്കളാഴ്ച വരെ SIT കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. D സുധീഷ് കുമാർ 12ാം തീയതി വരെ SIT കസ്റ്റഡിയിലുള്ളത്. പോറ്റി നവീകരിച്ച് തിരികെ എത്തിച്ച കട്ടളപ്പാളിയിൽ പരിശോധിച്ച് ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സമരം തുടരാൻ കോൺഗ്രസ്. 12-ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഞെട്ടിക്കുന്നതാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ മതം നോക്കി BJP സ്ഥാനാർത്ഥി പട്ടികയിൽ സംവരണം നൽകാനാണ് തീരുമാനം. ക്രിസ്ത്യൻ വിഭാഗത്തു നിന്നുള്ളവരെ സ്ഥാനാർത്ഥികളാക്കാനാണ് BJP സർക്കിളിൽ പറയുന്നത്. BJPയുടെ സർക്കിളിനെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി രൂക്ഷമായി വിമർശിച്ചു. പരാജയഭീതിയിൽ BJP എന്ത് ചെയ്യുമെന്നും എന്നാൽ കേരളത്തിൽ വലിയ വേരോട്ടം ഒരിക്കലും BJPക്ക് ഉണ്ടാവില്ല എന്നും വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് തുടക്കം. മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി V ശിവൻകുട്ടി നിർവഹിച്ചു. 14 ജില്ലകളിൽ നിന്നായി 10,000-ഓളം ശാസ്ത്ര പ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. ശാസ്ത്രം, ഗണിതം, IT, പ്രവൃത്തി പരിചയം, സാമൂഹ്യശാസ്ത്രം, വെക്കേഷണൽ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ. മന്ത്രിമാരായ V ശിവൻകുട്ടി, MP രാജേഷ് എന്നിവർക്കൊപ്പം പാലക്കാട് MLA രാഹുൽ മാങ്കുട്ടത്തിലും ചടങ്ങിൽ പങ്കെടുത്തു. അടുത്ത വർഷം മുതൽ ശാസ്ത്രമേളയ്ക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങുന്ന ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് നൽകുമെന്നും ശാസ്ത്രമേളയ്ക്ക് വിജയികൾക്ക് നൽകുന്ന ക്യാഷ് പ്രൈസ് ഉയർത്തുന്ന കാര്യം ആലോചിക്കുമെന്നും പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ 57ാം സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം പാലക്കാട് ഗവൺമെന്റ് ബോയ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പ്രായത്തട്ടിപ്പായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ. കായികമേളയിൽ മെഡൽ നേടിയ ഉത്തർപ്രദേശുകാരി ജ്യോതി ഉപാധ്യ പ്രായത്തട്ടിപ്പ് നടത്തിയതായ കണ്ടെത്തൽ. സീനിയർ പെൺകുട്ടികളുടെ 100 മീറ്റർ 200 മീറ്റർ മത്സരങ്ങൾ ജ്യോതി വെള്ളി മെഡൽ നേടിയിരുന്നു. ഈ ഇനങ്ങളിൽ 4ാം സ്ഥാനം നേടിയ മത്സരത്തിലാണ് നേരത്തെ സംഘാടകർക്ക് പരാതി നൽകിയത്. എറണാകുളം ബാംഗ്ലൂരു വന്ദേഭാരത് ട്രെയിനിന്റെ സമയക്രമം പുറത്തുവിട്ട് ദക്ഷിണ റെയിൽവേ. ട്രെയിൻ നമ്പർ 266-51/266-52 വന്ദേഭാരത് ആഴ്ചയിൽ 6 ദിവസമാണ് സർവീസ് നടത്തുക. ബുധനാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളും സർവീസ് ഉണ്ടാകും. നവംബർ 11 മുതലാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് KSR ബാംഗ്ലൂർ സ്റ്റേഷനിലേക്കും തിരിച്ചും സർവീസ് നടത്തുക. കേരളത്തിലെ മുഴുവൻ തെരുവുനായ്ക്കളെയും മാറ്റുക എന്നത് പ്രായോഗികമല്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. ABC ഷെൽട്ടർ തുടങ്ങുന്നതിനെതിരെ പോലും പ്രതിഷേധമാണെന്ന് പറഞ്ഞ മന്ത്രി പിന്നെ എങ്ങനെയാണ് തെരുവുനായ്ക്കളുടെ മുഴുവൻ മാറ്റാൻ കഴിയുമെന്നും ചോദിച്ചു. സുപ്രീംകോടതിയുടെ വിധി പകർപ്പ് കയ്യിൽ കിട്ടിയില്ലെന്നും തെരുവുനായ്ക്കളെ മുഴുവൻ മാറ്റണമെന്ന നിർദ്ദേശം വന്നാൽ അപ്പോൾ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ UAE സന്ദർശനം തുടക്കമായി. ഇന്ന് പുലർച്ചയോടെ അദ്ദേഹം UAE തലസ്ഥാനമായ അബുദാബിയിൽ എത്തി. ഇന്ന് വൈകുന്നേരം നടക്കുന്ന ചാനൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി നാളെ വൈകുന്നേരം പ്രവാസികളെ അഭിസംബോധന ചെയ്യും. UAE സന്ദർശനത്തോടെ മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം പൂർത്തിയാകും. സൗദി അറേബ്യ കൂടി സന്ദർശിക്കാൻ പദ്ധതിയുണ്ടായിരുന്നെങ്കിലും ഇതുവരെ കേന്ദ്രാനുമതി ലഭിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകാരം നൽകി. ടെക്നോ പാർക്കിന്റെ 3 ഫേസുകൾ, വിമാനത്താവളം, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, സെക്രട്ടേറിയറ്റ്, മെഡിക്കൽ കോളേജ് എന്നിവ ബന്ധിപ്പിക്കുന്ന ആദ്യഘട്ട അലൈൻമെന്റാണ് അംഗീകരിച്ചത്. പാപ്പനംകോട് നിന്ന് ആരംഭിച്ച് കിള്ളിപ്പാലം, പാളയം, ശ്രീകാര്യം, കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കൊച്ചുവേളി വിമാനത്താവളം വഴി ഈഞ്ചക്കൽ അവസാനിക്കും. 30 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ 27 സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുക. കവർച്ച കേസ് പ്രതി പോലീസ് ജീപ്പിൽ നിന്ന് ചാടിപ്പോയി. വ്യവസായിയെ ആക്രമിച്ച് വാഹനം കവർ ചെയ്ത കേസിലെ പ്രതിയായ സുഹാസ് ആണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. സുൽത്താൻ ബത്തേരി പോലീസ് തൃശ്ശൂരിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കോഴിക്കോട് വെച്ചാണ് ഇയാൾ പോലീസ് വാഹനത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇയാൾക്കായി തിരച്ചിൽ ആരംഭിച്ചു. ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട സൊഹ്റാൻ മംദാനിക്ക്
തിരുവനന്തപുരം മേയർ രാജേന്ദ്രനും പ്രചോദനമായെന്ന് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു ചെറുപ്പക്കാരനല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി എന്നാണ് ന്യൂയോർക്കിന്റെ മേയറായി വരിക എന്ന് രാജേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ട വേളയിൽ മംദാനി എക്സിൽ കുറിച്ചിരുന്നുവെന്നും അന്നു മുതൽ അദ്ദേഹം ന്യൂയോർക്ക് മേയറാകാനുള്ള ശ്രമം ആരംഭിച്ചെന്നും ഗോവിന്ദൻ പറഞ്ഞു. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി നടന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം നഗരസഭയെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. തിരുവനന്തപുരത്തിന്റെ വികസനത്തിനായി കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ പ്രതിനിധി തന്നെ മേയർ സ്ഥാനത്തേക്ക് വരണമെന്നും K. സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പിന്റെ ചടങ്ങുകളിലും സ്കൂളുകളിലും പൊതുവായ സ്വാഗത ഗാനം വേണമെന്നുള്ള സംബന്ധിച്ച് ചർച്ചയ്ക്ക് തുടക്കമിട്ടു മന്ത്രി V. ശിവൻകുട്ടി. ജനാധിപത്യ മതനിരപേക്ഷ ശാസ്ത്രചിന്തയുള്ള ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാകണം സ്വാഗത ഗാനമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി KPC വർക്കിംഗ് പ്രസിഡന്റുമാർക്കും ഭാരവാഹികൾക്കും ചുമതലകൾ വീതിച്ച് നൽകിയ KPC പ്രസിഡന്റ് 3 മേഖലകൾക്കാണ് KPC വർക്കിംഗ് പ്രസിഡന്റ് ചുമതല നൽകിയ. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള 5 ജില്ലകൾ ഉൾക്കൊള്ളുന്ന തെക്കൻ മേഖലയുടെ ചുമതല PC വിഷ്ണുനാഥനാണ്. AP അനിൽകുമാർ ഇടുക്കി മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളുടെ മധ്യമേഖലയുടെ ചുമതലയും നൽകി. വാർത്താ സമ്മേളനത്തിൽ ശരീരാധിക്ഷേപം നടത്തിയ വ്ളോഗർക്ക് മറുപടിയുമായി നടി ഗൗരി കിഷൻ ഭാരം എത്രയെന്ന യൂട്യൂബറുടെ ചോദ്യത്തിലൂടെയാണ് ഗൗരി രൂക്ഷമായി പ്രതികരിച്ചത്. സിനിമയുടെ പ്രധാനത്തായുള്ള വാർത്താ സമ്മേളനത്തിനിടെയാണ് സംഭവം. ശരീരഭാരത്തെക്കുറിച്ചുള്ള ചോദ്യം വിഡ്ഢിത്തരമാണെന്ന് പറഞ്ഞ ഗൗരി G. കിഷൻ നായകന്മാരെല്ലാം മെലിഞ്ഞിരിക്കുകയാണോ എന്നും ചോദിച്ചു. എന്നാൽ വാർത്താ സമ്മേളനത്തിൽ ഗൗരിക്കൊപ്പം ഉണ്ടായിരുന്ന സംവിധായകൻ അബിൻ ഹരിഹരനും നായകൻ ആദിത്യ മാധവനും ഒന്നും പ്രതികരിക്കാതെ മൗനം പാലിച്ചു. അതേ തമിഴ് സിനിമയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് സംഭവം നടന്നത്. ശരീരാധിക്ഷേപം നേരിട്ട നടി ഗൗരി കിഷൻ പിന്തുണയുമായി ഗായിക ചിന്മയി. നടന്മാരോട് ഇത്തരം ചോദ്യം ആരും ചോദിക്കാറില്ലെന്നും എന്തുകൊണ്ടാണ് നടിമാരോട് ചോദിക്കുന്നതെന്നും മനസ്സിലാവുന്നില്ലെന്നും ചിന്മയി എക്സിൽ പ്രതികരിച്ചത്. വാർത്താ സമ്മേളനത്തിൽ നടി ഗൗരി കിഷൻ നേരെ ബോഡി ഷേമിംഗ് പരാമർശം ഉണ്ടായാൽ പ്രതിഷേധവുമായി തമിഴിലെ അഭിനേതാക്കളുടെ സംഘടനയായ നടികൾ സംഘം. ഗൗരി G. കിഷൻ നേർക്കുണ്ടായ പരാമർശത്തിൽ നടികർ സംഘം ശക്തമായി പ്രതിഷേധിക്കുമെന്നും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നടികർ സംഘം പ്രസിഡന്റ് നാസർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ബീഹാറിലെ റെക്കോർഡ് പോളിംഗ് രാഷ്ട്രീയ പാർട്ടികൾ അമ്പരപ്പെന്ന് റിപ്പോർട്ടുകൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർന്നത് NDA തരംഗത്തിന്റെ സൂചനയെന്ന് BJP വിലയിരുത്തി. വോട്ട് മോഷ്ടിച്ചാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തന്റെ പക്കൽ ധാരാളം തെളിവുണ്ടെന്നും ഈ സത്യം ജൻസിക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതേസമയം നരേന്ദ്രന്റെയും നിതീഷിന്റെയും ട്രാക്ക് റെക്കോർഡ് ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചതിന്റെ തെളിവാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലെ റെക്കോർഡ് പോളിംഗ് എന്ന് മോദി അവകാശപ്പെട്ടു. ബീഹാറിൽ എന്തുകൊണ്ട് തോറ്റെന്ന് വിശദീകരിക്കാനുള്ള നെറ്റ് പ്രാക്ടീസിലാണ് പ്രതിപക്ഷമെന്നും മോദി കൂട്ടിച്ചേർത്തു. വന്ദേമാതരം ആലപിക്കൽ നിലപാടിൽ ഉറച്ച സമാജ്വാദി പാർട്ടി MLA അബു അസിം ആസ്മി. വന്ദേമാതരത്തിന് മതപരമായ അർത്ഥങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് MLA ഗാനം ആലപിക്കൽ നിലപാട് സ്വീകരിച്ചത്. ദില്ലി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എയർ ട്രാഫിക് കൺട്രോളിൽ ഡാറ്റ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഓട്ടോമാറ്റിക് മെസ്സേജ് സ്വിച്ചിംഗ് സിസ്റ്റത്തെ സാങ്കേതിക തകരാർ പരിഹരിച്ചെന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും സിസ്റ്റത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിൽ ആയെന്ന് വ്യോമയാന മന്ത്രാലയവും അറിയിച്ചു. നവംബർ 6 മുതൽ ആരംഭിച്ച തകരാർ മൂലം ദില്ലി വിമാനത്താവളത്തിൽ വൈകിയത് 800 വിമാന സർവീസുകളാണ്. തദ്ദേശീയമായി വികസിച്ച വിമാനവാഹിനി കപ്പൽ ഫിജിയൻ സൈന്യത്തിന്റെ ഭാഗമാക്കി ചൈന. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.